ശിവാനിയും CKCയും ജ്യോതിർമയിയും കൂടി ഉടുമ്പു സാബുവിനെ കാണാനായി പോകുന്നു. ഞാൻ എന്തിനാണ് വരുന്നത്? അങ്കിളിനെ തന്നെ ഡീൽ ഉറപ്പിച്ചാൽ പോരെ എന്ന് ശിവാനി ചോദിക്കുന്നു. ഗൗതം മരണപ്പെട്ടാൽ ഉടുമ്പു സാബുവിനെ പിടികൂടിയാൽ CKCയുടെ പേര് പറയരുത്. ഇത് ചെയ്യിച്ചത് ശിവാനിയാണെന്ന് പറയണം. അതിനുവേണ്ടിയാണ് CKC ശിവാനിയെക്കൊണ്ട് തന്നെ ഡീൽ ഉറപ്പിക്കുന്നത്. ഉടുമ്പു സാബു വരുന്ന വഴിയിൽ പോലീസ് തടയുന്നു. നീ ആരാടാ എന്ന് ചോദിച്ച് പോലീസ് അവന്റെ മുഖത്തേക്ക് ടോർച്ചടിക്കുന്നു. ആരാടാ എൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചതെന്ന് ഉടുമ്പു സാബുവും ചോദിക്കുന്നു. പോലീസാണെന്ന് കണ്ടിട്ട് അവൻ പോലീസിന്റെ മുഖത്തിടിക്കുന്നു. എന്നിട്ട് വണ്ടിയെടുത്ത് പോകുന്നു. CKCയും ജ്യോതിർമയും ശിവാനിയും ഉടുമ്പു സാബുവിനെ കാത്തു നിൽക്കുകയായിരുന്നു. ശിവാനിയുടെ കയ്യിൽ ഉടുമ്പു സാബുവിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് CKC കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ കൊടുക്കേണ്ട തുക ശിവാനി പറയണം. ശിവാനി പറയുന്നു 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന്. ഉടുമ്പു സാബു സമ്മതിക്കുകയും ചെയ്യുന്നു. ഡീൽ ഉറപ്പിച്ച ഉടുമ്പു സാബു പറയുന്നു ജയിലിൽ പോകണം ഗൗതമിനെ കൊല്ലുന്നതിനായി. ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ചത് വഴി ഇനി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. നിധി രാത്രി ഗൗതമിനെ ഓർത്ത് ഗൗതമിന്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഗൗതമും ജയിലിലിരുന്ന് നിധിയെ ഓർക്കുന്നു. പാർവതിയമ്മ ഗൗതമിനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. നിധിയുടെ റൂമിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നിധി നിലത്ത് കിടക്കുന്നു. ഗൗതമില്ലാത്ത ഈ കട്ടിലിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ലെന്ന് നിധി പറയുന്നു. പാർവതിയമ്മ നിധിയോട് പറയുന്നു നീ ഇങ്ങനെ തളരരുത്. എനിക്കാകെയുള്ള ആശ്രയം നീയാണ് നിധി. 10 ദിവസമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിനുള്ളിൽ ഗൗതമിനെ പുറത്തിറക്കണം. ഇവരുടെ സംഭാഷണം ഒളിച്ചു നിന്ന് കേൾക്കുന്നു വസുന്ധര. വസുന്ധരയ്ക്കും രാത്രിയിൽ ഉറക്കമില്ല. പ്രണവിനെ കണ്ടുപിടിക്കാനും ഗൗതമിനെ ജയിലിൽ നിന്ന് ഇറക്കാനും നിന്നെക്കൊണ്ട് നടക്കുമെന്ന് പാർവതിയമ്മ പറയുമ്പോൾ നിധി പറയുന്നു പവിത്രനെ കണ്ടുപിടിച്ചാലേ പ്രണവിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. പിന്നെ മറ്റൊരു വഴി കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിധിയോട് പാർവതിയമ്മ ചോദിക്കുന്നു. ഹേബിയസ് കോർപ്പസ്. അത് നാളെ തന്നെ വക്കീലിനെ കണ്ട് കോടതിയിൽ കൊടുക്കണം. ഒരാളെ കാണാനില്ലെന്നും ആരെങ്കിലും അയാളെ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കണം. അങ്ങനെ വന്നാൽ കോടതി ഇടപെട്ട് പോലീസ് അന്വേഷണമുണ്ടാകും. നിധി പറയുന്നതൊക്കെ പാതിരാത്രി വരെ വസുന്ധര ഒളിഞ്ഞു കേൾക്കുന്നു. എന്നിട്ട് നിധിക്കെതിരെ നീങ്ങാനായി അവർ നിധിയുടെ ഫോണിൽ നിന്നും പവിത്രൻ എന്ന ഗുണ്ടയുടെ ഫോട്ടോ എടുക്കാൻ നോക്കുന്നു. നിധി ഗൗതമിന്റെ അഡ്വക്കേറ്റിനെ കാണുന്നു. പ്രണവിനെ കണ്ടുപിടിക്കാൻ ഹേബിയസ് കോർപ്പസ് മൂവ് ചെയ്യണമെന്ന് അഡ്വക്കേറ്റിനോട് പറയുന്നു. ഇത് നല്ലൊരു ഐഡിയയാണെന്ന് അഡ്വക്കേറ്റും പറയുന്നു. എന്നാൽ അഡ്വക്കേറ്റിന്റെ അസിസ്റ്റന്റ് ജ്യോതിർമയിയുടെ ആളാണ്. അവർ നിധി വന്നു പറഞ്ഞ കാര്യം അതേപോലെ ജ്യോതിർമയിക്ക് ചോർത്തിക്കൊടുക്കുന്നു. ജ്യോതിർമയി CKCയെ അറിയിക്കുമ്പോൾ CKCക്ക് മനസ്സിലാകുന്നു കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന്. അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന പോലീസുകാരാകില്ല അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നിധിയെ അതിൽ നിന്നും തടയണമെന്ന് ജ്യോതിർമയിയോട് പറയുന്നു. അക്കാര്യം എനിക്ക് വിട്ടേക്കൂ എന്ന് ജ്യോതിർമയി വളരെ നിസ്സാരമായിട്ട് പറയുന്നു. നിധിയോട് അഡ്വക്കേറ്റ് പറയുന്നു ഈ കേസ് മൂവ് ചെയ്യേണ്ടത് ഹൈക്കോടതിയിലായതുകൊണ്ട് അവിടെ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഗൗതമിന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അർജുൻ മാധവനോട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞതെന്ന് നിധി പറയുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ അഡ്വക്കേറ്റ് അർജുൻ ഗൗതമിന്റെ രക്ഷകനായി വീണ്ടും വരുന്നു. ശിവാനിയോട് വസുന്ധര പറയുന്നു പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് ഗൗതമല്ല. ഗൗതമിനെ ജയിലിൽ കിടത്താൻ നിധി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അവൾ അത്രയ്ക്കും ഗൗതമിനെ സ്നേഹിക്കുന്നുണ്ട്. ഏതോ ഒരു പവിത്രനാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ പവിത്രൻ CKCയുടെ ആളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന ശിവാനിക്കും സംശയമാകുന്നു. ജയിലിലേക്ക് ഉടുമ്പു സാബു വരുന്നു. ഗൗതമിനെ കണ്ട് അവൻ ഭീഷണിപ്പെടുത്തുന്നു. കോടതിയിൽ അപേക്ഷ കൊടുക്കാൻ പോകുന്ന നിധിയുടെ കയ്യിലിരുന്ന അപേക്ഷ ജ്യോതിർമയി വാങ്ങിച്ച് കീറിക്കളഞ്ഞിട്ട് നിധിയോട് പറയുന്നു ഇതിന്റെ വില പ്രണവിന്റെ ജീവനാണെന്ന്. അതുകൊണ്ട് നീ പ്രണവിന്റെ ജീവൻ വെച്ച് കളിക്കില്ലെന്ന് എനിക്കറിയാമെന്ന് ജ്യോതിർമയി പറയുന്നു. ജ്യോതിർമയിയുടെ ഈ വാക്കുകളിൽ നിന്നും നിധി മനസ്സിലാക്കുന്നു പ്രണവിന്റെ ജീവൻ CKCയുടെ കയ്യിലാണെന്ന്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.